ജിയോമെട്രി പ്രോഗ്രഷൻ്റെ കേസിൽ ഇനിയിപ്പോൾ നമുക്ക് ജിയോമെട്രിക് മീനും കൂടെയാണ് നോക്കാനുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക. ഹെഡിങ് കൊടുക്കുക, ജിയോമെട്രിക് മീൻ. ജിയോമെട്രിക് മീൻ. എന്നിട്ട് നമുക്ക് ജിയോമെട്രി പ്രോഗ്രഷനും അരിത്തമെറ്റിക് പ്രോഗ്രഷനും കൂടെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കണേ, ജിയോമെട്രിക് മീൻ. എന്താണ് ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്? അരിത്തമെറ്റിക് മീൻ ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞാൽ അത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്. ജിയോമെട്രിക് മീൻ ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞാൽ അത് റൂട്ട് ഓഫ് എ ബി ആണ്. റൂട്ട് ഓഫ് എ ബി നോട്ട് ഡൗൺ ചെയ്യാം. ജിയോമെട്രിക് മീൻ ഓഫ് എ കോമ ബി. Geometric mean of a comma b is equal to root of ab. എയുടെയും ബിയുടെയും ജോമെട്രിക് മീൻ എന്താണ്? റൂട്ട് ഓഫ് എ ബി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജോമെട്രിക് മീൻ ഓഫ് എ കോമ ബി കോമ സി എന്തായിരിക്കും? എ കോമ ബി കോമ സി ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എ ബി സി. ക്യൂബ് റൂട്ട് ഓഫ് എ ബി സി അഥവാ എ ബി സി റൈസ് ടു 1/3. എ ബി സി റൈസ് ടു 1/3. 3 പേരുണ്ടെങ്കിൽ ക്യൂബ് റൂട്ട്, 4 പേരുണ്ടെങ്കിൽ 4th റൂട്ട്. അപ്പോൾ ജനറലി n ആൾക്കാരുണ്ടെങ്കിൽ എന്താണ്? nth റൂട്ട്. എന്താണ്? nth റൂട്ട്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് എ കോമ ബി കോമ സി ആർ ഇൻ ജിയോമെട്രി പ്രോഗ്രഷൻ. If a comma b comma c are in geometry progression, then b is the geometric mean of first term and third term. Middle term is the geometric mean of first term and third term. b is the geometric mean of A and C. B is the geometric mean of A and C. അവിടെ നമുക്ക് എന്ത് എഴുതാം? B is equal to root AC. B is equal to root AC. Important point. ഓക്കെ, ഇതേ പോയിന്റ്സ് തന്നെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലും സമാനമായ പോയിന്റ്സ് പരിചയപ്പെട്ടതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കമ്പൈൻ ചെയ്ത് പഠിക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് സമ്മറി ആയിട്ടൊന്ന് നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ടോട്ടൽ റിവിഷനും ഇതിൻ്റെ തിയററ്റിക്കൽ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ഹെഡിങ് കൊടുക്കുക, സമ്മറി. നോക്കണേ, ആദ്യത്തെ കോളം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. രണ്ടാമത്തെ കോളം ജിയോമെട്രിക് പ്രോഗ്രഷൻ. നോക്കൂ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ nth ടേം എന്താണ്? nth ടേം ഇസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു ഡി. ജിയോമെട്രിക് പ്രോഗ്രഷൻ nth ടേം ഇസ് ഈക്വൽ ടു ar റൈസ് ടു n-1. Where a is the first term, n is the number of terms, d is the common difference. A is the first term, r is the common ratio, n is the number of terms. Okay ആണല്ലോ? Then common difference കണ്ടുപിടിക്കുന്നത് tn+1 minus tn. ഇവിടെ common ratio കണ്ടുപിടിക്കുന്നത് tn+1 divided by tn. ക്ലിയർ ആണല്ലോ? പ്രൊവൈഡഡ് ദാറ്റ് ടി എൻ എന്താവരുത്? 0 ആവരുത് എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. അതായത് 0യിൽ തുടങ്ങുന്ന ഒരു ജി പി ഉണ്ടാവരുത്. ശരി, 0യിൽ തുടങ്ങാൻ പറ്റില്ലല്ലോ ഒരിക്കലും ജി പിക്ക്. കാരണം എന്താണ്? ഒരു ടേം 0 ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ ടേമും 0 ആയിരിക്കും. കാരണം 0നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലും 0 ആണ്. ജി പിയിൽ എന്തുണ്ടാവില്ല? 0 ഉണ്ടാവില്ല. പക്ഷേ എ പിയിൽ 0 ഉണ്ടാവും. കാരണം എന്താണ്? എ പിയിൽ 0 ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ടേം കൂട്ടിയാലും നമുക്കൊരു 0ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 2 കിട്ടും. പിന്നെ 2ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 2 കൂട്ടിയാൽ 4 കിട്ടും. പക്ഷേ ജി പിയിൽ അത് പറ്റില്ല. 0 വന്നു കഴിഞ്ഞാൽ 0നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഗുണിച്ചാൽ പിന്നുള്ള എല്ലാവരും 0 ആയി പോകും. ഓക്കെ, ഇനി സമ്മിൻ്റെ ഇക്വേഷൻസിലേക്ക് വരാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് Sn is equal to
sum of first n terms Sn is equal to n by 2 into 2a plus n minus 1 into d, or n by 2 into first term plus last term. Geometry progression കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ Sn is equal to a into r raised to n minus 1 divided by r minus 1, provided common ratio greater than 1, or this is equal to a into 1 minus r raised to n divided by 1 minus r, provided common ratio less than 1. ഓക്കെ ആണല്ലോ? യെസ്, പോയിന്റ്സ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നുണ്ടേ. കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് പോയിന്റ്, അരിത്തമെറ്റിക് മീൻ ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. ഇപ്പുറത്ത് ജോമെട്രിക് മീൻ ഓഫ് a comma b is equal to root of ab. Root of ab. Arithmetic mean of a comma b is equal to a plus b divided by 2. Geometric mean of a comma b is equal to root of ab. Okay. And moving on. അടുത്ത അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കോളത്തിലേക്ക് ആഡ് ചെയ്യുക. Arithmetic mean of a comma b comma c is equal to a plus b plus c divided by 3. Geometric progression കോളത്തിലേക്ക് ആഡ് ചെയ്യുക. Geometric mean of a comma b comma c is equal to abc raised to 1 by 3. abc raised to 1 by 3. ഇനി ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതാം. അരിത്തമെറ്റിക് മീൻ ഓഫ് കുറച്ച് ഒബ്സർവേഷൻസ് x1, x2, x3 എക്സെട്ര അപ് ടു xn ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ത് വരും? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n. ഇനി ജോമെട്രിക് മീൻ ഓഫ് ഒബ്സർവേഷൻസ് x1, x2, x3 എക്സെട്ര അപ് ടു xn ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? x1 ഇൻറ്റു x2 ഇൻറ്റു x3 ഇൻറ്റു എക്സെട്ര അപ് ടു xn ദ ഹോൾ റൈസ് ടു 1 by n. 1 by nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഒബ്സർവേഷൻസ്. അതാണ് ജോമെട്രിക് മീൻ ഓഫ് ദ ഗിവൺ ഒബ്സർവേഷൻസ്. Arithmetic mean of given observation is sum of observations divided by total number of observations. Clear ആണല്ലോ? മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. Then next one, if a comma b comma c are in arithmetic progression, then 2b is equal to a plus c. 2b is equal to a plus c. Middle term is the arithmetic mean of the first and third terms. If a comma b comma c are in GP, if a comma b comma c are in geometry progression, then middle term is the geometric mean of the first and third terms. b is equal to root ac. Middle term is the geometric mean of the first and third terms. b is equal to root ac. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കേസിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ജോമെട്രിക് പ്രോഗ്രഷൻ്റെ കേസിൽ നമ്പർ ഓഫ് ടേംസിന് ഇക്വേഷൻ ഇല്ല, പക്ഷേ അവിടെ സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസിന് ഇക്വേഷൻ ഉണ്ട്. എസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ, വേർ എ ഈസ് ദ ഫസ്റ്റ് ടേം and r is the common ratio, where a is the first term and r is the common ratio.
ഓക്കെ ആണല്ലോ? ഐഡിയ പിടി കിട്ടിയല്ലോ? യെസ്. ഇനി സമ്മിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അതും കൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ നമുക്ക് നോക്കണേ. സം ഫോർമുലാസ്. SUM സം ആണ് കേട്ടോ. അതിനകത്ത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയും ജോമെട്രി പ്രോഗ്രഷൻ്റെയും സെപ്പറേറ്റ്ലി നമ്മൾ സമ്മിൻ്റെ ഫോർമുലാസ് പറഞ്ഞു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ n/2 × 2a + n - 1 × d അല്ലെങ്കിൽ n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ജോമെട്രി പ്രോഗ്രഷൻ ആണെങ്കിൽ Sn = a × r⁻n - 1/r-1 അല്ലെങ്കിൽ a × 1 - r⁻n/1 - r. അത് എന്താണ്? കോമൺ റേഷ്യോ >1 ആണെങ്കിലോ അല്ലെങ്കിൽ <1 ആണെങ്കിലോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻ. നമ്മൾ കറസ്പോണ്ടിങ് ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യും. അല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സമ്മിൻ്റെ ഒരു 3-4 ഇക്വേഷൻസ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് ഇത് ഡയറക്ട്ലി ആപ്ലിക്കേഷൻ വരുന്നതാണ്. നാച്ചുറൽ നമ്പേഴ്സ് ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫോർമുല ഉപയോഗിക്കേണ്ട. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഉത്തരവുണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ്. എന്താണ്? n × n+1/2. സം ഓഫ് ഫസ്റ്റ് n natural numbers. Sum of first n natural numbers. Sum of first n natural numbers is equal to n × n+1 divided by 2. Important equation, n × n+1 divided by 2. Sum of first 100 natural numbers, 100 × 101 divided by 2. ശരിയല്ലേ? 5050 എന്നുള്ള ആൻസർ വരും. ഇനി നിങ്ങൾ നോക്കാം. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് is equal to n × n+1. n × n+1 പഠിച്ചു വെച്ചോളൂ. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ്. 10 × 10+1 110 വരും ആൻസർ. ഇനി അടുത്ത സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് is equal to n². സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് 25 ഓഡ് നമ്പേഴ്സ്. 25² 625. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത ഓർമ്മയുണ്ടോ? സം ഓഫ് ഫസ്റ്റ് 25 ഓഡ് നമ്പേഴ്സ്. ദിസ് വൺ. ഫൈൻഡ് ദ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ഓഡ് നമ്പേഴ്സ്. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഐഡിയ ഉപയോഗിച്ചാണ് നേരത്തെ ചെയ്തത്. അതിൻ്റെ ആവശ്യമില്ല. ഫോർമുല അറിയുന്നത് വഴി വിത്തിൻ സെക്കൻഡ്സ് യു ക്യാൻ ആൻസർ. എന്താണ്? സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈസ് n². അല്ലേ? n². സം ഓഫ് ഫസ്റ്റ് 25 ഓഡ് നമ്പേഴ്സ് 25². 25² എത്രയാണ്? 625. ഒറ്റ നോട്ടത്തിൽ ആൻസറായി. ശരിയല്ലേടോ? 25² എന്നാണ് 625. നെക്സ്റ്റ് വൺ. ഇനി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് n natural numbers is equal to n × n+1 × 2n+1 divided by 6. n × n+1 × 2n+1 divided by 6. ഇതാണ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം. അതായത് 1² + 2² + 3² + എക്സെട്ര + n² is equal to n × n+1 × 2n+1/6. ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇനി സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n natural numbers. First n natural numbers is equal to n²
n plus 1 square divided by 4. Sum of the cubes of first n natural numbers എന്താണ്? n square n plus 1 square divided by 4. And last one, sum of first n whole numbers. അഖണ്ഡ സംഖ്യകളുടെ തുക. Sum of first n whole numbers. Sum of first n whole numbers. Whole numbers എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് 0. അപ്പം n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, നാച്ചുറൽ നമ്പേഴ്സിൽ 0യും കൂടെ ചേരുന്നതല്ലേ ഹോൾ നമ്പർ. ഇപ്പം നാച്ചുറൽ നമ്പർ കൂട്ടുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1/2, അതിൻ്റെ കൂടെ 0 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വിലയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. 0 കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നോർമലി n ടേംസ് ഉള്ളത്, 1ൽ നിന്ന് തുടങ്ങിയാൽ n ടേംസ് ഉള്ളത് 0ൽ നിന്ന് തുടങ്ങിയാൽ n മൈനസ് 1 ടേംസ് ആവും. അപ്പോൾ ഈ n ടേംസ് ഉള്ള ഫോർമുലയിൽ n-നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് n മൈനസ് 1 കൊടുക്കുന്നതാണ് നമ്മുടെ റിക്വയർഡ് ഫോർമുല. n-നെ റീപ്ലേസ് ചെയ്ത് n മൈനസ് 1 കൊടുത്താൽ മതി. നോക്കണേ, n-നെ റീപ്ലേസ് ചെയ്ത് n മൈനസ് 1 കൊടുത്താൽ n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. മൈനസ് 1 പ്ലസ് 1 കട്ട് ചെയ്താൽ n ഇൻറ്റു n മൈനസ് 1/2. This is the sum of the first n whole numbers. ആദ്യത്തെ n whole numbers-ന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും എക്സാമിന് നമുക്ക് ഡയറക്റ്റ്ലി ആപ്ലിക്കേഷൻ വരാം. ഈ 6 ഇക്വേഷൻസ് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജിയോമെട്രി പ്രോഗ്രഷൻ്റെ തിയററ്റിക്കൽ സൈഡ്. ആ കോളം വരച്ചത് മാത്രം നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ ഒരുമാതിരി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ്യൻ 625. അതിൻ്റെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു വന്നു. ഡയറക്ട്ലി യു ക്യാൻ യൂസ് ദ ഫോർമുല n സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ 1 മൈനസ് 1/n പ്ലസ് 1 മൈനസ് 2/n പ്ലസ് 1 മൈനസ് 3/n എക്സെട്ര അപ് ടു n ടേംസ് വിൽ റിസൾട്ട് ആസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, n ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ n-ന് 1 കൊടുത്താൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേമിനെയാണ്. n is equal to 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? n is equal to 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണം. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻസ് വെച്ചുകൊണ്ട് തന്നെ ആൻസർ പറയാം. ഇതൊന്നും ഡിറൈവ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. n-ന് 1 കൊടുത്താൽ ഇതാണ് നമ്മുടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നതാണ് ഫസ്റ്റ് ടേം. n-ന് 1 കൊടുത്താൽ 1 പ്ലസ് എന്താണ് 1 മൈനസ് 1/1 എന്ന് വരും. ശരിയല്ലടാ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടെ n-ന് 1 കൊടുത്താൽ എന്താണ് വരിക? ഇവിടെ n-ന് 1 കൊടുത്താൽ 1 മൈനസ് 1/1, 1 മൈനസ് 1 0. അപ്പോൾ n-ന് 1 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം അല്ലേ? n-ന് 1 കൊടുത്താൽ എനിക്ക് ആൻസർ എന്ത് വരണം? 0 വരണം. അത് n-ന് 1 കൊടുത്താൽ ഏത് ഓപ്ഷനാണ് 0 കിട്ടുന്നത് നോക്കിയാൽ മതി. ശരിയല്ലേ? n-ന് 1 കൊടുത്താൽ ഏത് ഓപ്ഷനാണ് 0 കിട്ടുന്നത് നോക്കിയാൽ മതി. ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, 1/2 ഇൻറ്റു 1, 1/2. 0 കിട്ടിയോ? ഇല്ല, ആ ഓപ്ഷൻ പോയി. സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ, 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 മൈനസ് 1, 1/2 മൈനസ് 1, 1/1, 1. 0 കിട്ടിയോ? ഇല്ല, അത് പോയി. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, 1/1 സ്ക്വയർ ഈക്വൽ ടു 1/1 ഈക്വൽ ടു 1. 0 കിട്ടിയോ? ഇല്ല, അത് പോയി. അടുത്ത ഓപ്ഷൻ ഒറ്റനോട്ടത്തിൽ പിടിക്കാം. n-ന് 1 കൊടുത്താൽ 1 മൈനസ് 1/2, 0/2. ആൻസർ എന്തായി? 0. ഇവിടെ ഓക്കെ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ഓക്കെ, എന്നാണ് ഓപ്ഷൻസിൻ്റെ ഹെൽപ്പോട് കൂടി വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ 50th ടേം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? എന്താണ് 50th ടേം? 248 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. Find the 9th term of the arithmetic progression whose first term is 5 and common difference is 4. First term എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ 9th term of the arithmetic progression? 9th term is equal to a plus 8d is equal to 5 plus 8 into 4 is equal to 5 plus 32 is equal to 37. ഓപ്ഷൻ ബി 37 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.
മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The first term of a geometry progression, GP-ലെ ക്വസ്റ്റ്യൻ ആണ്. First term of a geometry progression is 2, അതായത് a is equal to 2. And the common ratio is 3. Common ratio is 3 എന്ന് പറഞ്ഞാൽ r is equal to 3. What will be the fifth term of the geometry progression? ആ geometry progressionന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് fifth term ആണ് കണ്ടുപിടിക്കേണ്ടത്. So fifth term of the geometry progression, fifth term is equal to AR raised to 4. AR raised to 4. A എന്ന് പറഞ്ഞാൽ 2 into common ratio 3 raised to 4. 2 into 3 raised to 4, 81. So 162 വരും ആൻസർ. 162. ഓപ്ഷൻ ഡി is the answer. ഓക്കെ ആണല്ലോ. ഫിഫ്ത്ത് ടേം ഓഫ് ദ ജോമെട്രി പ്രോഗ്രഷൻ AR raised to 4 ആണ്. ഫസ്റ്റ് ടേം 2 കൊടുക്കുക, കോമൺ റേഷ്യോ 3 കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 162 വരും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 85. 85-ന് താഴെയുള്ള ഈവൻ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം. പറഞ്ഞേ. ഇപ്പോൾ 1, 2, 3 അങ്ങനെ എക്സെട്ര അപ് ടു എത്രയാണ്? 85-ന് താഴെയുള്ള ഈവൻ നാച്ചുറൽ നമ്പർ 84. 1 മുതൽ 84 വരെയുള്ള ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് ഉപയോഗിക്കാം? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. സോ നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം 84 മൈനസ് ഫസ്റ്റ് ടേം 1, കോമൺ ഡിഫറൻസ് 2 പ്ലസ് 1. ബിക്കോസ് എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ 3 ഇല്ല, സോറി 2 നിന്നാണ് തുടക്കം കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് അല്ല, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഇപ്പോൾ 2, 4 ആണ്. 2, 4 എക്സെട്ര. ലാസ്റ്റ് ടേം 84 മൈനസ് ഫസ്റ്റ് ടേം 2 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 2 പ്ലസ് 1. നമ്പർ ഓഫ് ടേംസ് എന്താണ്? ഇപ്പോൾ 2, 4, 6, 8 അപ് ടു 84 വരെ എത്ര ടേംസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ഒറ്റ നോട്ടത്തെ അറിയാം 41 ടേംസ് ആണ്. അതിൻ്റെ പകുതി എടുത്താൽ മതി. സോ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ആണ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടേം 84 മൈനസ് ഫസ്റ്റ് ടേം 2 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 2 പ്ലസ് 1. 84 മൈനസ് 2, 82 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. എന്ത് വരുവാടാ? 41 പ്ലസ് 1 is equal to 42. എത്ര ടേംസ് ഉണ്ട്? 42 ടേംസ് ഉണ്ട്. ഓക്കെ, ഈ ഈവൻ നമ്പേഴ്സ് പോകുന്നത് അപ് ടു n ടേംസിലാണെങ്കിൽ n/2 പ്ലസ് 1 ടേംസ് ആയിരിക്കും ഓഡ് ടേംസിൻ്റെ എണ്ണം കേട്ടോ. അതായത് ഇത് ഡയറക്റ്റ്ലി 84-ന്റെ പകുതി എടുത്ത് ഒന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാം. അത് കൺഫ്യൂസ് ആക്കേണ്ട, ഒരു ബേസിക് ഫോർമുല നമുക്കറിയാമല്ലോ, അത് കൊടുത്തങ്ങ് ചെയ്താൽ മതി. അപ്പം ആദ്യത്തെ 42 ഈവൻ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം n ഇൻറ്റു n പ്ലസ് 1 ആണ് അല്ലേ? സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? n ഇൻറ്റു n പ്ലസ് 1. അപ്പോൾ ആ n-ന്റെ പ്ലേസിലേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 42 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 42 ഇൻറ്റു 42 പ്ലസ് 1 എന്താണ്? 43. 6-ൽ അവസാനിക്കുന്ന ഒരു ഓപ്ഷൻ സി 1806 വരും ആൻസർ. 42 ഇൻറ്റു 43 1806. ഇങ്ങനെ ചെയ്യാം. ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫോർമുല നമുക്കറിയാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n/2 എന്ന് പറഞ്ഞാൽ 42 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം 2 പ്ലസ് ലാസ്റ്റ് ടേം 84. ഓക്കെ ആണല്ലോ. 42 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 21 ഇൻറ്റു 84 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 86. സോ 21 ഇൻറ്റു 86. ക്ലിയർ അല്ലേ? 21 ഇൻറ്റു 86. ക്ലിയർ ആണല്ലോ. ഇത് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? 1806 തന്നെയായിരിക്കും നിങ്ങളുടെ ആൻസർ. 1806 തന്നെയായിരിക്കും ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The 10th term of the arithmetic progression 2, 7, 12 etc. is എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ കാണുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ AP ആണ്, അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് അവർ പറയുന്നുണ്ട്. ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് 10th ടേം കണ്ടുപിടിക്കണം. ഓക്കെ, പറഞ്ഞേ. 10th ടേം ഇസ് ഈക്വൽ ടു a പ്ലസ് 9d അല്ലേ? a പ്ലസ് 9d ഇസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം 2 ആണ്, പ്ലസ് 9 ഇൻറ്റു
കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 2 7, കോമൺ ഡിഫറൻസ് 5. സോ 2 പ്ലസ് 45 ഇസ് ഈക്വൽ ടു 47. ശരിയല്ലേ? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 7 മൈനസ് 2 ആണ് കോമൺ ഡിഫറൻസ്. 7 മൈനസ് 2 എത്രയാണ്? 5 ആണ് കോമൺ ഡിഫറൻസ്. സോ കോമൺ ഡിഫറൻസിന് 5 കൊടുത്തു. 95 45 2 47 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫോളോയിങ് സീരീസ്? ഒരു സീരീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം. സോ 8 പ്ലസ് 27 പ്ലസ് 64 പ്ലസ് എക്സെട്ര പ്ലസ് 1000 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 20. നോക്കണേ, ഈ 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്യൂബ് ആണ്. 27 3 ക്യൂബ് ആണ്. 64 4 ക്യൂബ് ആണ്. 1000 എന്ന് പറഞ്ഞാൽ 10 ക്യൂബ് ആണ്. ഓക്കെ, പ്ലസ് ഇവിടെ നിന്ന് ഒരു 2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 10. ശരിയാണല്ലോ? ഇവിടെ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഉപയോഗിക്കാം. 10 ഇൻറ്റു 10 പ്ലസ് 1/2. ഇവിടെ ശ്രദ്ധിക്കണം, സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവിടെ 1 ക്യൂബും കൂടെ വേണമായിരുന്നു. 1 ക്യൂബും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആദ്യത്തെ 10 നാച്ചുറൽ നമ്പർ 1 2 3 4 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സം കണ്ടുപിടിക്കാം. ചുമ്മാ ഞാൻ ഇവരോട് 1 ക്യൂബ് കൊടുക്കാൻ പറ്റത്തില്ല. അത് ബാലൻസ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു -1 ക്യൂബ് കൊടുക്കണം. എന്നിട്ട് ഇവിടം വരെ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ശരിയല്ലേ? സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ n സ്ക്വയർ n പ്ലസ് 1 സ്ക്വയർ ബൈ 4. സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ ഫോർമുല ഓർമ്മയുണ്ടോ? n സ്ക്വയർ n പ്ലസ് 1 സ്ക്വയർ ബൈ 4. എല്ലായിടത്തും സ്ക്വയർ ഉള്ളതുകൊണ്ടേ 4നെ വേണമെങ്കിൽ നമുക്ക് 2 സ്ക്വയർ എന്നാക്കാം. ഇതിനെ n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ഇതാണ് സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ഓൾറെഡി ഫോർമുല പ്രൊവൈഡ് ചെയ്തതാണ് അല്ലേ? സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്ത് വരും? 10 ഇൻറ്റു 10 പ്ലസ് 1 11/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ക്യൂബ് 1 ഉണ്ടാവും പ്ലസ് 2 ഇൻറ്റു ഇവിടെ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1/2. ശരിയാണല്ലോ? n ഇൻറ്റു n പ്ലസ് 1/2. ഇപ്പോൾ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് 10 ഇൻറ്റു 10 പ്ലസ് 1 11/2. ക്ലിയർ അല്ലേ? അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താണ് വരിക? ഇവിടെ നമുക്കൊരു 2 കട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഒരു 2ഉം 10ഉം കട്ട് ചെയ്താൽ 5 വരും. 5 ഇൻറ്റു 11 55 വരും. 55ൻ്റെ സ്ക്വയർ എടുത്താൽ 60 25 എന്ന് കിട്ടും. 30 25 എന്ന് കിട്ടും. 55 സ്ക്വയർ എടുത്താൽ 3025 എന്ന് കിട്ടും അല്ലേ? 55 സ്ക്വയർ എടുത്ത് നോക്കിക്കോളൂ. 3025 കിട്ടും. -1 പ്ലസ് 110 ഈക്വൽ ടു 3025 നിന്ന് 1 കുറച്ചാൽ 3024 പ്ലസ് 110 ഈക്വൽ ടു എന്താണ് കിട്ടുക? 4 2 1 3 0 1 1 3134. സോ ഓപ്ഷൻ ബി 3134. ക്ലിയർ ആണോ നോക്കണേ? 3134. ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സാധനം ഇവിടെ ഈ 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 10 ക്യൂബ് വരെ ഉള്ളായിരുന്നു. ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ അത് 1 ക്യൂബിൽ തുടങ്ങണം. സം ഓഫ് ഫസ്റ്റ് n, സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, അതാണ് ഫോർമുല. ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ 1 തുടങ്ങണം. അപ്പോൾ 1 നിന്ന് തുടങ്ങാൻ വേണ്ടി ഞാനൊരു 1 ക്യൂബ് കൊടുത്തു. ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല. കൊടുത്തത് ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്തൊരു -1 ക്യൂബും കൂടെ കൊടുത്തിട്ട് വേണം നമ്മളത് എഴുതാൻ. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ഇവിടെ സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു. ഇവിടെ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3134 വരും ആൻസർ. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ റേഷ്യോ ഓഫ് ദ 11th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ to its 18th term is 2:3.
ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 5 ടേംസ് ടു സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് ദ 11th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. 11th ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് 10d ഡിവൈഡഡ് ബൈ 18th ടേം. 18th ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് 17d ഇസ് ഈക്വൽ ടു 2:3 എന്ന് പറഞ്ഞാൽ 2/3. ഓക്കെ, ഇതാദ്യം ഒന്ന് ക്രോസ് ചെയ്യുക. എന്തോരും 3 ഇൻറ്റു a പ്ലസ് 10d ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു a പ്ലസ് 17d. അതായത് 3a പ്ലസ് 30d ഇസ് ഈക്വൽ ടു 2a പ്ലസ് 34d. ഓക്കെ ആണല്ലോ. 3a മൈനസ് 2a ഇസ് ഈക്വൽ ടു 34d മൈനസ് 30d. അതായത് a ഇസ് ഈക്വൽ ടു 4d. സോ a ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4d. ഇതൊരു കൺക്ലൂഷനാണ്. ഇനി നമ്മളോട് എന്താ ആവശ്യപ്പെട്ടേക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ 5/2 ഇൻറ്റു 2a പ്ലസ് 5 മൈനസ് 1 അതായത് 4d. n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഫസ്റ്റ് 5 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 5/2 ഇൻറ്റു 2a പ്ലസ് 5 മൈനസ് 1 ഇൻറ്റു d. 5 മൈനസ് 1 4 ആണ്. സോ 4d ഡിവൈഡഡ് ബൈ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. 10 ടേംസ് എന്ന് പറഞ്ഞാൽ 10/2 ഇൻറ്റു 2a പ്ലസ് 9d. ഇതിൻ്റെ ആൻസർ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എത്രയാണ്? ഇത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ 2 നമുക്ക് കട്ട് ചെയ്യാം. 5ഉം 10ഉം കട്ട് ചെയ്താൽ താഴെ ഒരു 2 വരും. ഓക്കെ ആണല്ലോ. മുകളിൽ നിന്ന് ഒരു 2 ഇങ്ങോട്ട് പുറത്തെടുക്കാം. നമുക്ക് 2 ഇൻറ്റു a പ്ലസ് 2d എന്നാക്കാം. താഴെ ഓൾറെഡി ഒരു 2 ഉണ്ട്. 2a പ്ലസ് 9d. ഇവിടെ ഒരു 2ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? ഈ എക്ക് പകരം 4d നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ടേമിന് പകരം 4d നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്ക് 4d കൊടുത്താൽ എന്ത് കിട്ടും? 4d പ്ലസ് 2d ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4d പ്ലസ് 9d ഈക്വൽ ടു 4d പ്ലസ് 2d എത്രയാണ് വരിക? 6d വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4d 8d വരും. 8d പ്ലസ് 9d 17d വരും. അവിടെ ഡിയും ഡിയും കട്ട് ചെയ്താൽ ആൻസർ എന്താണ്? 6 ഡിവൈഡഡ് ബൈ 17. സോ റേഷ്യോ ആയിട്ട് എഴുതുകയാണെങ്കിൽ എന്ത് വരും? 6:17. ഓപ്ഷൻ സി 6:17 ആണ് നമ്മുടെ റേഷ്യോ. 6:17 ഇസ് ദ ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Find the numbers if the arithmetic mean and the geometric mean of the two numbers are 7 and 2√10 respectively. Okay, arithmetic mean എന്ന് പറയുന്നത് എത്രയാണ്? arithmetic mean എന്ന് പറയുന്നത് 7 ആണ്. geometric mean എന്ന് പറയുന്നത് എന്താണ്? 2√10 ആണ്. arithmetic mean എന്ന് പറഞ്ഞാൽ a plus b divided by 2 is equal to 7. geometric mean എന്ന് പറഞ്ഞാൽ root ab is equal to 2√10. ഇവിടുന്ന് a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 14. ഇവിടെ രണ്ട് സൈഡും സ്ക്വയർ എടുത്താൽ എ ബി ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 10 അതായത് 40. എ ബി ഇസ് ഈക്വൽ ടു 40 വരണം. എ പ്ലസ് ബി 14 വരണം. കൂട്ടിയാൽ 14. അപ്പോൾ 5 4 ആദ്യമേ ഒഴിവാക്കാം. പിന്നെന്താ 20ഉം 2ഉം ഒഴിവാക്കാം. 8ഉം 5ഉം 13 വരത്തുള്ളൂ. സോ 10ഉം 4ഉം 14. 10 ഗുണം 4 40. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. 4ഉം 10ഉം ആണ് ആൻസർ വരിക. ശരിയല്ലേ? എ പ്ലസ് ബി എടുത്താൽ 14 കിട്ടും. 10ഉം 4ഉം കൂടെ കൂട്ടിയാൽ 14. എ ബി എടുത്താൽ 40 കിട്ടും. 10 ഗുണം 4 40. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈസി ടു സ്കോർ ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓപ്ഷൻസിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും ഫോം ചെയ്യാണ്ടിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 12, 32, 64 എക്സെട്ര ഫൈൻഡ് 11th ടേം ഓഫ് ദ സീരീസ് വിൽ ബി. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ ആദ്യമേ ഒബ്സർവ് ചെയ്യണം. 12 ഗുണം 2 ആണ് 32.
32 ഗുണം 2 ആണ് 64. 64 ഗുണം 2 ആണ് 128. സോ ദിസ് ഈസ് ദ ജിയോമെട്രി പ്രോഗ്രഷൻ. ഇതെന്താണ്? ഒരു ജിയോമെട്രി പ്രോഗ്രഷൻ അഥവാ ജി പി ആണ്. നമുക്ക് ഈ ജി പിയുടെ 11ാമത്തെ ടേം ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് 11ാമത്തെ ടേം. സോ 11th ടേം ഓഫ് ദ ജി പി എന്ന് പറഞ്ഞാൽ AR⁻10 ആണ് അല്ലെ? AR⁻10. 11th ടേം ഇസ് ഈക്വൽ ടു AR⁻10. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 16. കോമൺ റേഷ്യോ 2 ആണ് ⁻10 അല്ലെ? കോമൺ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. 32 ഡിവൈഡഡ് ബൈ 16 ഇസ് ഈക്വൽ ടു 2. സോ കോമൺ റേഷ്യോ 2. സോ 16 ഇൻറ്റു 2⁻10. 2⁻10 എന്ന് പറഞ്ഞാൽ 1024. 6×4 24. 4 അവസാനിക്കുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1024 ഗുണം 16. 6×4 24 4 ശിഷ്ടം 2 6 12 2 14 4 ശിഷ്ടം 1 6 6 1 4 4 1 2 2 0 1 4 4 4 8 2 1 3 6 1 1 6 3 8 4 16,384 ഒരു ആൻസർ. സോ 16,384 ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു ഇത് ജി പി ആണെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇതിനകത്ത് എ പിയുടെ ഫോർമുല ഉപയോഗിക്കരുത്. കാണുമ്പോഴേ അറിയാൻ ജി പി ആണെന്ന്. കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ആളാണ്. ഐഡിയ പിടി കിട്ടിയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ 10th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീരീസ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഒരു എ പി ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 10ാമത്തെ ടേം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. എത്രാമത്തെയാണ്? 10ാമത്തെ ടേം. ഓക്കെ. അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 10ാമത്തെ ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 10th ടേം ഇസ് ഈക്വൽ ടു A+9D. A+9D ഇസ് ഈക്വൽ ടു, അവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? √2 പ്ലസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കാം. സെക്കൻഡ് ടേം 3√2 ആണ് മൈനസ് ഫസ്റ്റ് ടേം √2. 3√2ൽ നിന്ന് √2 കുറച്ചാൽ എന്ത് വരും? 2√2. ശരിയല്ലേ? 3√2ൽ നിന്നും √2 കുറച്ചാൽ എന്താണ്? 2√2. സോ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2√2. ആ കോമൺ ഡിഫറൻസിന്റെ പ്ലേസിലോട്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? 2√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു √2 പ്ലസ് 18√2 അല്ലേ? 9 ഇൻറ്റു 2√2 18√2 വരും. √2ഉം 18√2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 19√2. 19√2. ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേടാ? ഓപ്ഷൻ ഡി 19√2 ഇസ് ദ ആൻസർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The ratio of the sum of the first 3 terms to of the geometry progression to the sum of the first 6 terms is 125 is to 152. What is the common ratio of the geometry progression? Okay. Sum of the first 3 terms എന്ന് പറഞ്ഞാൽ എന്താ? A പ്ലസ് AR പ്ലസ് നമുക്ക് അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിക്കാം. സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ ജോമെട്രി പ്രോഗ്രഷൻ A ഇൻറ്റു R⁻³ -1 ഡിവൈഡഡ് ബൈ R-1. ഓക്കെ. സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദ ജോമെട്രി പ്രോഗ്രഷൻ A ഇൻറ്റു 1 മൈനസ് R⁻n/1 - R. ആ ഇക്വേഷൻ എടുത്തു. A ഇൻറ്റു കോമൺ റേഷ്യോ എന്താണ്? നമ്പർ ഓഫ് ടേംസ് 3 ആണ്. സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് എന്നാണ് പറയുന്നത്. ഈ ഇക്വേഷനും ഉണ്ട്. A ഇൻറ്റു എന്താണ്? A ഇൻറ്റു 1 മൈനസ് R⁻n/1 - R ഉണ്ട്. A ഇൻറ്റു R⁻n/1 ഉണ്ട്. നോക്കണേ. A ഇൻറ്റു R⁻n/1 ഡിവൈഡഡ് ബൈ R-1 ഉണ്ട്. അപ്പോൾ ഇല്ലാത്ത ഈ ഇക്വേഷനാണ് ഞാൻ. ഇത് ഏത് ഇക്വേഷൻ എടുത്താലും നിങ്ങൾക്ക് ആൻസർ സെയിം ആയിട്ടേ വരത്തുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. A ഇൻറ്റു R³ -1 ബൈ R-1. ഓക്കെ. ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈ ഇത് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് 6 ടേംസ് എന്ന് പറയുമ്പോൾ A ഇൻറ്റു R⁻6 -1 ഡിവൈഡഡ് ബൈ R-1. ഈ റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 125/152. R-1 കട്ട് ചെയ്യാം. A കട്ട് ചെയ്യാം. ഓക്കെ. സോ എന്താണ്? R³ -1 ഡിവൈഡഡ് ബൈ
r raised to 6 minus 1 is equal to 125 divided by 152. ഓക്കെ, ഇതിനെ ഇനി എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? r raised to 6 minus 1 ശ്രദ്ധിക്കുക. r raised to 6 minus 1 അതിനെ എനിക്ക് r ക്യൂബിൻ്റെ സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. r ക്യൂബിൻ്റെ സ്ക്വയർ ആണ് r raised to 6. ഈ 1നെ വേണമെങ്കിൽ 1 സ്ക്വയർ എന്ന് കൊടുക്കാം. എന്നിട്ട് അവിടെ നമുക്ക് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് വരിക? r ക്യൂബ് പ്ലസ് 1 ഇൻറ്റു r ക്യൂബ് മൈനസ് 1. അത് നമ്മൾ r raised to 6 മൈനസ് 1ന് ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് വരിക? r ക്യൂബ് മൈനസ് 1 ഡിവൈഡഡ് ബൈ r raised to 6 മൈനസ് 1ന് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? r ക്യൂബ് പ്ലസ് 1 ഇൻറ്റു r ക്യൂബ് മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. r ക്യൂബ് പ്ലസ് 1 ഇൻറ്റു r ക്യൂബ് മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ 152. r ക്യൂബ് മൈനസ് 1 കട്ട് ചെയ്യാം. സോ 1 ബൈ r ക്യൂബ് പ്ലസ് 1 ആണ് 125 ബൈ 152. ഇത് ക്രോസ് ചെയ്താൽ എന്താണ് കിട്ടുക? നോക്കണേ, ക്രോസ് ചെയ്താൽ എന്താണ് വരിക നോക്കിക്കേ. 152 ഇസ് ഈക്വൽ ടു 125 ഇൻറ്റു r ക്യൂബ് പ്ലസ് 1 അല്ലേ? ക്രോസ് ചെയ്താൽ 125 ഇൻറ്റു r ക്യൂബ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 152. ക്രോസ് ചെയ്താൽ എങ്ങനെയല്ലേ വരിക? 152 ഇങ്ങോട്ട് വരും, r ക്യൂബ് പ്ലസ് 1 ഇങ്ങോട്ട് പോകും. 125 ഇൻറ്റു r ക്യൂബ് പ്ലസ് 1 ആണ് 152. ഓക്കെ, ഫ്രം ദാറ്റ് r ക്യൂബ് പ്ലസ് 1 എന്ത് വരും? r ക്യൂബ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 152 ബൈ 125. 1 അപ്പുറം കൊണ്ട് മൈനസ് ചെയ്യാം. r ക്യൂബ് ഇസ് ഈക്വൽ ടു 152 ഡിവൈഡഡ് ബൈ 125 മൈനസ് 1. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 1 കൊടുത്തുകൊണ്ട് 152 മൈനസ് 125 ഡിവൈഡഡ് ബൈ 125 ഇസ് ഈക്വൽ ടു 2 5 പോത്തില്ല, 12 5 കുറച്ചാൽ 7, 14 12 കുറച്ചാൽ 2, 27 ബൈ 125. അതാണ് എന്ത്? r ക്യൂബ്. സോ r ക്യൂബിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 27 ഡിവൈഡഡ് ബൈ 125. അവിടുന്ന് 6 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 27 ബൈ 125ൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം. r ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27 ഡിവൈഡഡ് ബൈ 125. 27ൻ്റെ ക്യൂബ് റൂട്ട് 3, 125ൻ്റെ ക്യൂബ് റൂട്ട് 5. സോ കോമൺ റേഷ്യോ ഈസ് 3/5. കോമൺ റേഷ്യോയുടെ വാല്യൂ എത്രയാണ് കിട്ടുക? 3/5. നോക്കിക്കോ. സോ ഓപ്ഷൻ ഡി 3/5 ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി 3/5 ആണ് എന്തെന്ന് പറയുന്നത് കോമൺ റേഷ്യോ ഓഫ് ദ ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഫിഫ്ത്ത് ടേം ഇൻ ദ ഗിവൺ ജിയോമെട്രി പ്രോഗ്രഷൻ. ഒരു GP അഥവാ ജിയോമെട്രി പ്രോഗ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ജിയോമെട്രി പ്രോഗ്രഷന്റെ എത്രാമത്തെ ടേം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം? ഈ ജിയോമെട്രി പ്രോഗ്രഷന്റെ 5ാമത്തെ ടേം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താ? ഫിഫ്ത്ത് ടേം ഇസ് ഈക്വൽ ടു AR raised to 4. AR raised to 4. അവിടെ A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ്. ഫസ്റ്റ് ടേം 3 ആണ്, കോമൺ റേഷ്യോ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം 2 വരും. സോ 3 ഇൻറ്റു 2 raised to 4. സോ 3 ഇൻറ്റു 2 raised to 4 16. 16 ഇൻറ്റു 3 48. സോ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ എ 48 ഈസ് ദ ആൻസർ. പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 48 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത നോക്കിയോ. വാട്ട് ഈസ് ദ 23rd ടേം ഇൻ ദ ഗിവൺ സീരീസ്? 5, 11, 17. യെസ്, എന്താ 5, 6, 11, 11, 6, 17. 6 കൂട്ടിയാണ് പോകുന്നത്. സോ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വിത്ത് ഫസ്റ്റ് ടേം 5 ആൻഡ് കോമൺ ഡിഫറൻസ് 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ 23rd ടേം ഓഫ് ദിസ് പെർട്ടിക്കുലർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? 23rd ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 23rd ടേം is equal to a plus 22d. a plus 22d is equal to 5 plus 22 into common difference 6. So 5 plus 132 is equal to
137. സോ ഓപ്ഷൻ എ 137 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? 137 is the answer. സോ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 23rd ടൈം എത്രയാണ്? 137. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The sum of the arithmetic mean and the geometric mean of two positive numbers is equal to the difference of those numbers. Find the ratio of the numbers. Sum of the arithmetic mean എന്ന് പറഞ്ഞാൽ a plus b by 2 and geometric mean എന്ന് പറഞ്ഞാൽ root ab is equal to a, b. ഇങ്ങനെ ആയിരിക്കും ആ സീരീസ് പോകുന്നുണ്ടാവുക. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതാണ്. b minus a is equal to the difference of those numbers എന്ന് പറഞ്ഞാൽ b minus a. Find the ratio of the numbers. a is to b എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ കണ്ടുപിടിക്കാം. ആദ്യമേ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? അപ്പോൾ ഈ താഴെയുള്ള 2 പോവും, a പ്ലസ് ബി എന്ന് വരും, പ്ലസ് 2 ഇൻറ്റു റൂട്ട് എ ബി ഇസ് ഈക്വൽ ടു എന്താണ്? 2 ഇൻറ്റു ബി മൈനസ് എന്ന് എഴുതാം അല്ലേ? മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ എല്ലാവർക്കും? മൊത്തത്തിൽ ഓരോ ടേംസിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബൈ 2 പോയിട്ട് എ പ്ലസ് ബി ഉണ്ടാവും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു റൂട്ട് എ ബി, ഇവിടെ 2 ഇൻറ്റു ബി മൈനസ് എ. ഇനി വെറും എനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എയുടെ സ്ക്വയർ എന്ന് എഴുതാം. വെറും ബീനെ നമുക്ക് റൂട്ട് ബിയുടെ സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് 2 റൂട്ട് എ ബി. എന്തിനെങ്ങനെ എഴുതുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ആ ഒരു രീതിയിൽ വായിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ബി മൈനസ് എ. ശരിയല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി മൈനസ് എ. ക്ലിയർ ആണോ? The sum of the arithmetic mean and the geometric mean of two positive numbers is equal to difference of those numbers. Okay. Okay ആണല്ലോ? അരിത്തമെറ്റിക് മീൻ പ്ലസ് ജോമെട്രിക്, അരിത്തമെറ്റിക് മീൻ a പ്ലസ് ബി ബൈ 2, ജോമെട്രിക് മീൻ റൂട്ട് എ ബി, ഡിഫറൻസ് ബി മൈനസ് എ. എനെ നമ്മൾ എന്നിട്ട് ആ ബൈ 2 ഒഴിവാക്കാൻ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എനെ റൂട്ട് എയുടെ സ്ക്വയർ എന്ന് എഴുതി, ബിക്ക് റൂട്ട് ബിയുടെ സ്ക്വയർ എന്ന് എഴുതി, റൂട്ട് ഓഫ് എ ബി 2ab, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ആണ് റൂട്ട് ഓഫ് എ ബി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ. സോ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ, റൂട്ട് എ പ്ലസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കണം, 2 ഇൻറ്റു ഈ വെറും ബീനെ നമുക്ക് റൂട്ട് ബി സ്ക്വയർ എന്ന് എഴുതാം, വെറും എനെ നമുക്ക് റൂട്ട് എ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? റൂട്ട് ബിയുടെ സ്ക്വയർ ആണ് ബി, റൂട്ട് എയുടെ സ്ക്വയർ ആണ് എ, ശരിയല്ലേ? ഇപ്പോൾ വെറും ബീനെ റൂട്ട് ബിയുടെ സ്ക്വയർ എന്ന് എഴുതാം, വെറും എനെ റൂട്ട് എയുടെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ബി പ്ലസ് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി മൈനസ് റൂട്ട് എ, റൂട്ട് ബി പ്ലസ് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി മൈനസ് റൂട്ട് എ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന ഒരു സ്ക്വയറും ഒരു റൂട്ട് ബി പ്ലസ് റൂട്ട് എയും ക്യാൻസലായി അല്ലേ? റൂട്ട് എ പ്ലസ് റൂട്ട് ബിയും ഒരു സ്ക്വയറും കൂടെ കട്ടായി. ബാക്കി എന്തുണ്ട്? റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ബി മൈനസ് 2 ഇൻറ്റു റൂട്ട് എ. 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 റൂട്ട് എ ഇപ്പുറം എടുക്കാം. റൂട്ട് എ പ്ലസ് 2 റൂട്ട് എ ഇസ് ഈക്വൽ ടു 2 റൂട്ട് ബി മൈനസ് റൂട്ട് ബി. റൂട്ട് എ പ്ലസ് 2 റൂട്ട് എ 3 റൂട്ട് എ ഇസ് ഈക്വൽ ടു 2 റൂട്ട് ബി എന്ന് റൂട്ട് ബി കുറച്ചാൽ റൂട്ട് ബി. ഈ റൂട്ട് ബി താഴെ എടുത്താൽ റൂട്ട് എ ഡിവൈഡഡ് ബൈ റൂട്ട് ബി ഇസ് ഈക്വൽ ടു 1/3. ശരിയല്ലേ? റൂട്ട് എ ബൈ റൂട്ട് ബി ഇസ് ഈക്വൽ ടു 1/3. റൂട്ട് എ ബൈ റൂട്ട് ബി 1/3 ആണ്. രണ്ട് സൈഡിലും സ്ക്വയർ എടുത്താൽ എന്താണ് കിട്ടുക? എ ബൈ ബി ഇസ് ഈക്വൽ ടു 1/9. സോ ആ നമ്പേഴ്സിൻ്റെ റേഷ്യോ ഒന്നില്ലെങ്കിൽ 1:9 ആയിരിക്കാം, അല്ലെങ്കിൽ 9:1 ആയിരിക്കാം.
കാരണം ഫസ്റ്റ് നമ്പർ ഏതാ സെക്കൻഡ് നമ്പർ ഏതാന്ന് നമുക്ക് അറിയത്തില്ല. ആ നമ്പേഴ്സിന്റെ റേഷ്യോ ഫസ്റ്റ് ഇസ് ടു സെക്കൻഡ് എന്ന് വേണമെങ്കിലും എഴുതാം, സെക്കൻഡ് ഇസ് ടു ഫസ്റ്റ് എന്ന് വേണമെങ്കിലും എഴുതാം. ആ ഓർഡർ അവർ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ശരിയല്ലേ? ഇപ്പോൾ ഒന്നില്ലെങ്കിൽ 1:9 ആയിരിക്കും, അല്ലെങ്കിൽ 9:1 ആയിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 9:1. സോൾവ് ചെയ്ത് വരുമ്പോൾ ആ നമ്പേഴ്സിന്റെ റേഷ്യോ നമുക്ക് എത്രയാണ് കിട്ടുക? 9:1 എന്നുള്ളതാണ് ആ നമ്പേഴ്സിന്റെ റേഷ്യോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The geometric mean of the numbers 7, 7 square, 7 cube, etc. up to 7 raised to n. So geometric mean is equal to root of, അല്ലെങ്കിൽ അതിൻ്റെ the nth root of the product. ഇത് up to n വരെ ഉണ്ട്. So nth root of the product എന്താണ്? 7 into 7 square into 7 cube into etc. into 7 raised to n. ഇതാണ് പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൻ്റെ nth റൂട്ട്, അതായത് raised to 1/n. ഇനി ഈ റൂട്ടിനുള്ളിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? a raised to m into a raised to n, a raised to m plus n ആണ്. സോ ഈ പവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കും. 1 + 2 + 3 + etc. + n എന്ന് വരും. ഹോൾ raised to എന്താണ്? 1/n is equal to 7 raised to 7ന്റെ പവറിൽ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? n into n plus 1 divided by 2 ഹോൾ raised to എന്താണ്? 1/n. ശരിയാണല്ലോ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ ഒരു n ഉം നമുക്ക് കട്ട് ചെയ്യാം. സോ 7 raised to n plus 1 divided by 2 ആണ് നമ്മുടെ ആൻസർ. 7 raised to n plus 1 divided by 2. ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 7 raised to n plus 1 divided by 2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ വിശദമായിട്ട് ചർച്ച ചെയ്തു, ജിയോമെട്രി പ്രോഗ്രഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ തിയററ്റിക്കൽ സൈഡ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഞാൻ പ്രൊവൈഡ് ചെയ്ത ആ ഒരു പോയിന്റ്സിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ആ പോയിന്റ്സിനുള്ളിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി നല്ലോണം ചെയ്ത് പഠിക്കുക. കൂടുതൽ ഇഷ്ടം പോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം ലൈവ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഈ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ തിയററ്റിക്കൽ സൈഡ് അടിപൊളിയായിട്ട് മനസ്സിലുണ്ടായിരിക്കണം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.